ഇന്ന് ചെമ്പിൽ അരയൻ ജന്മദിനം. കേരളക്കരയുടെ ധീര സ്വാതന്ത്ര്യ സമര സേനാനി ചെമ്പിൽ അനന്തപത്മനാഭൻ വലിയ അരയൻ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ നാവികസേന പടത്തലവനും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാ നായകനുമായിരുന്നു. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ചെമ്പിൽ തൈലംപറമ്പിൽ വീട്ടിൽ ഈശ്വരൻ കാളി ദമ്പതികളുടെ പുത്രനായിട്ടാണ് 1761 ഏപ്രിൽ 23 ചെമ്പിലരയൻ ജനിച്ചത്. എല്ലാവിധ ആയുധമുറകളുടെയും അഭ്യാസ കേന്ദ്രമായിരുന്നു തൈലംപറമ്പ്. തറവാട്ടിലെ സ്ത്രീകൾ പോലും അഭ്യാസികളായിരുന്നു. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അരയർ വേലുത്തമ്പിദളവയുടെയും ചെമ്പിലരയന്റെയും നേതൃത്വത്തിൽ 1808 ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചു. ഇതായിരുന്നു കേരളത്തിലെ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ നടന്ന ആദ്യത്തെ സമരം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ രാജാവും ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയും തമ്മിൽ കപ്പം നൽകുന്നത് സംബന്ധിച്ച് കരാറുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ കാര്യങ്ങൾ നടത്തിയിരുന്ന വേലുത്തമ്പിദളവയെ മെക്കാളയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. തുടർന്ന് മെക്കാളെ കപ്പം കുത്തനെ ഉയർത്തി. ജനങ്ങൾ ഇതിന്റെ ദുരിതം അനുഭവിച്ചത് ദളവയെ വിഷമിപ്പിച്ചു. തുടർന്ന് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കാൻ ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചു. വേലുത്തമ്പിദളവയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കാൻ അരയൻ തീരുമാനിച്ചു. 1808 ഡിസംബർ 29 ചെമ്പിലരയന്റെ നേതൃത്വത്തിൽ സൈന്യം കൊച്ചിക്കായലിലൂടെ ഓടിവള്ളത്തിലെത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്നത്തെ റെസിഡന്റ് കോളിൻ മെക്കാളയുടെ വസതിയായിരുന്ന കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ആക്രമിച്ചു. മെക്കാളെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് അരയൻ പിടിക്കപ്പെട്ടു. ബ്രിട്ടീഷ് സേനയുടെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ആ ധീരയോദ്ധാവ് 1811 ജനുവരി 13 നാടുനീങ്ങി. ചെമ്പിലരയന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ശതകോടി പ്രണാമം.